ബ്ലൗസ് എല്ലാം ഞാൻ ഡിസൈൻ ചെയ്തു. സാരി എം ലോഫ്റ്റ് ഒന്ന് എടുത്തു. അപ്പം കൃഷ്ണൻ്റെ നാളാണ്. അപ്പം ഒരു കുട്ടി കൃഷ്ണനെ കിട്ടി. അല്ല അങ്ങനെയല്ല, നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു. അപ്പം അതിന് സാധിച്ചു. ഒരുപാട് രാവിലെയാണ് നമ്മൾ വന്നതല്ലേ, 5:30-6 മണിക്ക് മുന്നേ നമ്മളെത്തി. അപ്പോഴേ ഒരുപാട് പേര് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും സ്നേഹം, പ്രാർത്ഥന, അനുഗ്രഹം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അത് എപ്പോഴും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താ പറയുക, ഒരുപാട് സന്തോഷം. ബിഗ് ബോസ് താരങ്ങൾ ആരെങ്കിലും വന്നിരുന്നോ? ലക്ഷ്മി ചേച്ചി മാത്രം. ഞാൻ പറയാം, പ്രൈവറ്റ് ഫംഗ്ഷൻ, അപ്പോൾ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷമാണോ? എന്താ പറയാനുള്ളത്? ഒരു 7 ദിവസത്തിനകത്ത് ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം കൊണ്ട് മാറാനും എല്ലാത്തിനുള്ളൊരു സമയം നമുക്ക് കിട്ടും. അപ്പോൾ അത്രയും സമയം എടുത്തിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിട്ട് കല്യാണിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഞാൻ ഇടുന്ന എല്ലാ കോസ്റ്റ്യൂംസും ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വെഡ്ഡിങ് സാരി മാത്രം 2 വെഡ്ഡിങ് സാരി മാത്രം എം ലോഫ്റ്റ് സാരി എടുത്തു. പക്ഷെ അതിലെ ഹാൻഡ് വർക്കും ബ്ലൗസും എല്ലാം ഞാൻ ഡിസൈൻ ചെയ്തു. സാരി എം ലോഫ്റ്റ് ഒന്ന് എടുത്തു. അതൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര ഷോർട്ട് ടൈമിൽ ചെയ്തിട്ടുള്ളത്. രാധാകൃഷ്ണ സ്റ്റോറി ലൈൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗുരുവായൂരമ്പലത്തിലെ രാധാകൃഷ്ണ സ്റ്റോറി ലൈനിൽ കൃഷ്ണനെ വിളിച്ചിട്ട് കല്യാണിക്ക് പറ്റി ഭയങ്കര സന്തോഷം. നെക്സ്റ്റ് പ്ലാൻ എന്താണ്? ഫംഗ്ഷൻസ് വരുന്നുണ്ട്, ചെറിയ ഫംഗ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു ഹണിമൂൺ ഉണ്ട്. സോ 2 വർഷത്തെ 27 രാജ്യത്തെ ഒരു ഹണിമൂൺ. അത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ് ആണ് മറൈൻ ഡ്രൈവിലുള്ളത്. അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. സോ ഈ അവസരത്തിൽ നമ്മുടെ കല്യാണത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ നന്ദി പറയുന്നു.